Today discuss about DSS. DSS means a decision support system. Okay. അതായത് it can be defined as an interactive computer-based system and subsystems that help the people use the computer communications, data, documents, knowledge and models to solve the problems and make the decisions. അതായത് ഒരു കമ്പനിയിലെ ഡിസിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഇൻട്രാക്റ്റീവ് മോഡിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് DSS എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ കാപ്പബിലിറ്റീസ് ഓഫ് DSS ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫെസിലിറ്റൈസേഷൻ. ഇൻ കേസ് ഇപ്പോൾ ഒരു ഡിസിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ആണുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സപ്പോർട്ടിങ്. നേരത്തെ പറഞ്ഞ സെയിം ടേമിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തന്നെയാണ് സപ്പോർട്ടിങ്. അതായത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിസോട് കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ അവിടുത്തെ മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളുടെ എല്ലാം ഹെൽപ്പോടു കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നല്ലൊരു ഡിസിഷൻസ്, ഇനിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസിഷൻ ആവാം അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഡിസിഷൻ, ഏത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻ ആയിക്കോട്ടെ, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രസൻസോടു കൂടി കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ദ മീൻ ഫോർ ദ ഹൈ ലെവൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് മെയിനായിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്, അതായത് ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എല്ലാ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി മൊത്തം ഹയർ ലെവൽ മാനേജ്മെൻറ്റിനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അൺസ്ട്രക്ചേർഡ് ആണ്, അതായത് നോൺ റിപ്പീറ്റേറ്റീവ് ആണ്. ഓക്കെ, അത്തരം ടൈപ്പ് ഡിസിഷൻസാണ് ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്നത്. നെക്സ്റ്റ്, ദ കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് ജഡ്ജ്മെൻറ്റ്. The managers can use the computers as a support for the solving semi-structured problems. At the same time, the decision makers' insight and the judgment are also needed to control the process. അതായത് കമ്പ്യൂട്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ, അതാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ആ ഡിസിഷൻസ് കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിനായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ആ കമ്പ്യൂട്ടറിൽ എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് ജഡ്ജ് ചെയ്യാനും നമുക്ക് പറ്റും. നെക്സ്റ്റ്, ഇൻറ്ററാക്ഷൻ. DSS are the computer-based system designed for the interactive use by the decision makers who control the sequence of the interaction and the operations performed. The problems are solved in the interactive mode between the computer system and user. ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ മാനേജ്മെൻ്റ് ആണ്, അതായത് ഹൈ ലെവൽ മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്, പ്ലസ് കമ്പ്യൂട്ടർ, ഇവരുടെയൊക്കെ എല്ലാം ഒരു ഇൻറ്ററാക്ഷൻ കൂടിയാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒറ്റയ്ക്ക് വിചാരിച്ച് അല്ലെങ്കിൽ സിസ്റ്റം വിചാരിച്ച് കഴിഞ്ഞാൽ എന്തെടുക്കാൻ പറ്റില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സോ അല്ലെങ്കിൽ എക്സ്പേർട്സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രാക്ഷൻ, ഒരു കമ്പൈൻഡ് എഫേർട്ടോട് കൂടിയിട്ടാണ് എന്ത് വരുന്നത്, നല്ലൊരു ഡിസിഷൻസ് വരുന്നത്. നെക്സ്റ്റ്, ടാസ്ക് ഓറിയൻറ്റഡ്. The DSS provide the specific capabilities that support one or more task-related decision making, including intelligence, data analysis, identification and design of alternatives, choice among the alternatives, and decision implementation. ഇതൊരു ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാം ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലേ? ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യും. ആ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഒന്നോ രണ്ടോ ഡിസിഷൻസ് നമുക്കുണ്ടാകും, ബട്ട് അതിൽ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ
എക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ദെൻ ഫോളോ. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതൊരു ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് DSS എന്താണ്, ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അവിടെ പല കാര്യങ്ങൾ, പല ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു പ്രോസസ്സിലൂടെയാണത് കടന്നു പോകുന്നത്. നെക്സ്റ്റ്, റിപ്പീറ്റഡ് യൂസ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ DSS എന്ന് പറയുന്ന ഒരു ഡിസിഷൻ അത് ഒരു വട്ടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിനാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് ഓറിയൻറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. ഇതേപോലെയുള്ള ടൈപ്പ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഡിസിഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഐഡൻറ്റിഫൈബിൾ. ദ DSS മേ ബി ഇൻഡിപെൻഡൻറ്റ് systems that collect and replicate the data from the other information system or subsystem of a larger, more integrated information system. ഐഡൻറ്റിഫൈബിൾ ആയിരിക്കും. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഡാറ്റയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, അതിനെ ഓരോ ടാസ്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഇൻറ്റിജേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു സിസ്റ്റം ആയിരിക്കും, അത് നമ്മൾ സബ് സിസ്റ്റം ആക്കി നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ക്വിക്ക് റെസ്പോൺസ്. The DSS should be able to respond quickly to the changing the needs of decision makers. അതായത് നമുക്കത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ക്വിക്ക് റെസ്പോൺസ് ആണ്. ദെൻ ടെക്നോളജി. നമുക്കറിയാം എന്താണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെയോ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ DSS ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജിയാണ്. നെക്സ്റ്റ്, എഫക്റ്റീവ്നെസ് ഓഫ് ഡിസിഷൻസ്. ഡെഫിനറ്റ്ലി ഈ DSS കൂടുതലായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എക്യുറസിയാണ്, ടൈംലെസ്, quality and overall effectiveness of specific decision or set of related decisions. എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. കാരണം ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഒരു മാനേജേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഡിസിഷൻസിൻ്റെ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ടൈംലെസ്സും അക്യുറസിയും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു കമ്പനിയിൽ അതവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് DSS. Next one, the components of DSS. എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് വൺ, ഡാറ്റാബേസ്. നമുക്കെപ്പോഴും ഒരു ഡാറ്റാബേസ് വേണം. ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ DSSൽ മാത്രമല്ല, ഏത് ടൈപ്പ് ആയിക്കോട്ടെ അതിലെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഒരു ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അത് ആക്ച്വലി ഇതിന് നമ്മളൊരു സെൻട്രൽ പാർട്ട് എന്ന് പറയാം. നമ്മുടെ എല്ലാ ഡാറ്റയും, കമ്പനിയുള്ള എല്ലാ ഡാറ്റ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഡാറ്റാബേസ്. നമുക്ക് ഒരു ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമുക്കറിയാം, കൂടുതലായിട്ട് ഡിസിഷൻസ് എടുക്കുക എപ്പോഴും എന്ത് ബേസിസിലായിരിക്കും, ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയുടെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഫ്യൂച്ചറിനൊക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിന് ഈ DSSൽ വലിയ ഒരു ഇമ്പോർട്ടൻസ് ആണുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഡിസിഷൻസും ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു ഡാറ്റയും ഇല്ല. നമ്മൾ എന്ത് ബേസിസിലായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ഡിസിഷൻസ് എടുക്കുക? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ക്രൂഷ്യൽ ടൈമാണ്, അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടൊരു സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും DSSൻ്റെ ബേസിസിൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡാറ്റയെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ കളക്ട് ചെയ്ത ഡാറ്റയെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാം, ഡിസിഷൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്തതാണ് മോഡൽ ബേസ്. The model base includes a library of mathematical models or analytical techniques stored in different programs, modules and files. നമുക്കൊരു മോഡൽ വേണ്ടേ, ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അനലറ്റിക്കലായ ടെക്നിക്സ് ആയിരിക്കാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ലെവൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പല ടെസ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. റിഗ്രഷൻ, കോറിലേഷൻ, ടി ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, അല്ലേ? പല രീതികളിൽ ഇപ്പോൾ റിസർച്ചിൻ്റെ കേസിലായാലും നമുക്കൊരു ഡിസിഷനിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അതുപോലെ തന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള
ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു DSSൽ നമ്മൾ മോഡൽ ബേസിസിലായിരിക്കും, ഏതെങ്കിലും മോഡലിൽ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മോഡൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോഡലിൻ്റെ ബേസിൽ നമ്മൾ ആ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അടുത്തതാണ് DSS software. The another important component of DSS is DSS software system. DSS software packages are called DSS generators. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ERP, അതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അതൊരു സെറ്റ് ഓഫ് മൊഡ്യൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ്. നമ്മൾ ഓരോ ERP അങ്ങനെയുള്ള പല പാക്കേജസ്, SPS, അങ്ങനെ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് ഫോർ ദ ഡിസിഷൻ പർപ്പസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു DSS സോഫ്റ്റ്വെയർ, അതായത് DSS ജനറേറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ബേസിസിലായിരിക്കും നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ വേരിയസ് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു അനലൈസ് എ കോംപ്ലക്സ് ഡാറ്റ, thereby the producing the required information. A model predicts the output on the basis of the different inputs or different conditions, or find out the combination of conditions and input that required to produce the desired output. So, the DSS software system manages the creation, storage, and the retrieval of the model from the model base and integrates them with data in the database. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡൽസ്. ഓക്കെ, മോഡലിൻ്റെ ബേസിസിൽ, അതായത് ഡാറ്റ ബേസിൻ്റെ ഡാറ്റയെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ദെൻ അത് മോഡലിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഏതെങ്കിലും മാത്തമാറ്റിക്കലോ അനലിറ്റിക്കൽ ആയിട്ടുള്ള ടൂൾസ് നമ്മളവിടെ അല്ലെങ്കിൽ മോഡൽസ് യൂസ് ചെയ്യുന്നു. ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പല കണ്ടീഷൻസും ഡിസിഷൻസ് ആയിരിക്കാം, നമുക്കതിനൊന്ന് ഇൻ്റർഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ. ഇപ്പോൾ ഒരു ഡിസിഷൻ മാത്രമായിരിക്കില്ല, ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 1 or 2 ഡിസിഷൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെല്ലാം എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഒരു ഇൻട്രാക്ഷൻ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ DSS സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ DSS ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ പീപ്പിൾ റിസോഴ്സ്. കാരണം സിസ്റ്റത്തിന് മാത്രമല്ല എന്തുള്ളത് ഇതിൽ വർക്കിംഗ് വരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വരുന്നത്, രണ്ടുമുണ്ട്. അതായത് പീപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമുണ്ട്. ഇവിടെ പീപ്പിൾ എന്ന് പറയുന്നത് ഹയർ ലെവൽ മാനേജേഴ്സ് ആണ് അല്ലേ. ഈ ഹയർ ലെവൽ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ യൂസേഴ്സ് ഉണ്ട്, എൻഡ് യൂസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അവർക്കും ഇതിൻ്റെ ഒരു പാർട്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് എന്ത് വരുന്നുണ്ട്, പീപ്പിളും കൂടി, പീപ്പിൾ റിസോഴ്സിനും കൂടി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇതാണ് കമ്പോണൻസ് ഓഫ് DSS. ഒന്ന് ഡാറ്റാബേസ്, മോഡൽ ബേസ്, DSS സോഫ്റ്റ്വെയർ and people resource. Next, the functions of DSS. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നാണ്. ഫസ്റ്റ് വൺ, ദ ക്വിക്ക് റെസ്പോൺസ്. നമുക്ക് എന്ത് വേണം, റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കണം. അതായത് നമ്മുടെ എന്താണോ പ്രോബ്ലം ഉള്ളത് ആ പ്രോബ്ലത്തിന് ഹൈ ലെവൽ മാനേജ്മെൻറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ദി സിസ്റ്റം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ ആയിരിക്കാം, അപ്പോൾ അവർ വിത്തൗട്ട് ഡിലേ അവരെന്ത് ചെയ്യും, ഡിസിഷൻസ് എടുക്കുന്നു. നെക്സ്റ്റ്, മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ദ ഫങ്ഷൻസ്. നമ്മൾ ജസ്റ്റ് ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഇത് ലൈക്ക് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, ഇനി അതെല്ലാം കറക്റ്റായിട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ഫങ്ഷൻസ്, നമുക്കറിയാം കൺട്രോളിങ് എന്നൊരു ഫങ്ഷൻ അല്ലേ, കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും ഡിസിഷൻസിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും മെഷേഴ്സ് എടുക്കണം. നെക്സ്റ്റ്, ദ യൂസർ ഇൻ്റർഫേസ്. നമുക്കിവിടെ ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദ മാനേജേഴ്സ് ക്യാൻ ദ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ ത്രൂ ദ ടെർമിനൽ. ഹി ക്യാൻ ദ ഗീവ് ദ കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ ഇൻ ദ simple English like the languages required to the data and the models kept in the database or the model database. അതായത് ഒരു യൂസർ ഇൻ്റർഫേസ് മീൻസ് നമുക്ക് ഡാറ്റ കൊടുക്കണം അല്ലേ, ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, കമാൻഡ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യൂസ് ചെയ്യാം. പല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ബേസിസിലായിരിക്കും കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം റിട്രീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്ത് വരുന്നുണ്ട്, ഒരു യൂസർ ഇൻ്റർഫേസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് DSS. നെക്സ്റ്റ് ദ ടൈപ്സ് ഓഫ് DSS. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസുകളാണ് നമ്മളിനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ദ മോഡൽ ഡ്രൈവൺ DSS. ഇവിടെ എന്ന് പറയുന്നത് ദ ഡിസിഷൻ മേക്കേഴ്സ് യൂസ് the statistical simulations or the financial models to come up with the solution of strategy. ഈ ഒരു ടൈപ്പ് DSSൽ മോഡൽ ബേസ് ചെയ്തിട്ട്, അതായത് ഏതെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിമുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മോഡൽസ് ആവാം. അങ്ങനെ മോഡൽ ബേസിസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ്, അതിനെയാണ് മോഡൽ ഡ്രൈവൺ DSS എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് DSS യൂട്ടിലൈസ് ദ മോഡൽ ടു പെർഫോം വാട്ട് ഇഫ് ഓർ അതർ കൈൻഡ് ഓഫ് അനാലിസിസ്. ഇതിൽ അനലൈസ് ചെയ്യുന്നത് വാട്ട് ഇഫ് അനാലിസിസ്. നിങ്ങളിപ്പോൾ ഒരു എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എക്സൽ ഷീറ്റിൽ നമുക്കുള്ള ഒരു കണ്ടീഷനാണ് വാട്ട് ഇഫ് അനാലിസിസ്. ഓക്കെ, അത് നമ്മുടെ എക്സൽ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ടൂൾ ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഇഫ് അനാലിസിസ് അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. വാട്ട് ഇഫ്, ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് എന്തെടുക്കാം, ഈ മോഡൽസിൻ്റെ ഹെൽപ്പോട് കൂടി ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ഡാറ്റ ഡ്രൈവൺ DSS. It is used to the query the database or the data warehouse to seek specific answers to the specific purpose. കാരണം നമ്മൾ നേരത്തെ കമ്പോണൻസ് പറഞ്ഞിരുന്നു ഡാറ്റാബേസ്. ഓക്കെ, ആ ഡാറ്റാബേസിൽ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കോ അല്ലെങ്കിൽ പർപ്പസോ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ വേണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഒരു ക്വറി എന്ത് ചെയ്യാണ്, ഫോർമുലേറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് SQL ഒക്കെ അറിയാം. ഓക്കെ, SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാറ്റയിൽ നിന്നും റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ദ ഡാറ്റ ഡ്രൈവൺ DSS മോഡൽ ദ പുട്സ് ദ എംഫസൈസ് ഓൺ ദ കളക്ട് ദ ഡാറ്റ ദാറ്റ് ഈസ് ദെൻ ദ മാനിപ്പുലേറ്റഡ് വിത്ത് ദ ഡിസിഷൻ മേക്കേഴ്സ് നീഡ്സ്. ആ ഒരു കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഡിസിഷൻസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെയിൽസ്, ഇപ്പോൾ ഒരു ഡെയിലി സെയിൽസിന് എന്തെങ്കിലും റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ക്വറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസ് ആണ്, ടാസ്ക് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഡാറ്റാബേസിൽ നിന്നും തന്നെ നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് എ ഡാറ്റ ഡ്രൈവൺ DSS. നെക്സ്റ്റ്, ദ കമ്മ്യൂണിക്കേഷൻ ഡ്രൈവൺ DSS. This type of DSS that enhance the decision making by enabling the communication and sharing the information between the group of people. നമുക്ക് മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഡിസിഷൻസ് അവർ എടുക്കുന്നു, അല്ലെങ്കിൽ അത് അവർ പ്രോപ്പറായിട്ട് രീതിയിൽ അവർ ഡിസിഷൻസ് എടുക്കുന്നു. ബട്ട് അത് ബാക്കി ലെവൽസ്, അതായത് ലോവർ ലെവൽ ആൻഡ് മിഡ് ലെവൽ, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യൂസേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വർഷത്തെ ഡാറ്റ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് നമുക്ക് പബ്ലിക്കിന് കൊടുക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്, പല വ്യക്തികൾക്കും ആ ഒരു ഡാറ്റ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പ് DSS ആണ് കമ്മ്യൂണിക്കേഷൻ ഡ്രൈവൺ DSS. ഇറ്റ് ഹെൽപ്പ് ദ കണ്ടക്ട് ദ മീറ്റിംഗ് ഫോർ ദ യൂസേഴ്സ് ഓഫ് ദ കൊളാബറേറ്റ്. ആ ഒരു ബേസിസിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൻ്റെ ടൈമിലായിരിക്കും നമ്മൾ ആ ഡിസിഷൻസ് പറയുന്നുണ്ടാവുക, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കൂടുന്നു, ആ മീറ്റിങ്ങിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് നമ്മൾ ഡിസിഷൻസ് എടുത്തിരിക്കുന്നത്, ഇതിന് പ്രോപ്പറായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രൈവൺ DSS. ഇതിൻ്റെ പല ബെനിഫിറ്റും പറയുന്നുണ്ട്. അതായത് നമുക്കൊരു കോർഡിനേഷൻ വരുന്നു, അല്ലെങ്കിൽ കൊളാബറേഷൻ വരുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഒരു വ്യക്തിയായിട്ടാണോ, അല്ല, 2 or more ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പീപ്പിൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പെട്ടെന്ന് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. Next, they enable the communication between the groups and peoples and support to the group decisions. കാരണം ഗ്രൂപ്പ് ബേസിസിലുള്ള ഡിസിഷൻസിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനെ
കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അടുത്ത ടൈപ്പാണ് ഡോക്യുമെൻറ്റ് ഡ്രൈവൺ DSS. നമ്മളിപ്പോൾ ഈ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഓരോ ടേം അതിൻ്റെ തന്നെയാണ് ഈ DSS പറയുന്നത്. ഇപ്പോൾ മോഡൽ ബേസിസിൽ നമ്മൾ DSS ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ. അടുത്ത ഡോക്യുമെൻ്റ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. The DSS is to the search the web pages and the documents on the specific set of the keywords and search terms. നമുക്കറിയാം ഇപ്പോൾ ഒരു ഗൂഗിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രിങ് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസോ നമ്മൾ എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു അല്ലേ. അതെന്താണ്, ഒരു സ്പെസിഫിക് ടേമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വലിയൊരു സെൻറ്റൻസ് അടിക്കുന്നതിനേക്കാൾ പകരം നമ്മൾ എന്ത് ചെയ്യാറ്, സെർച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു വേർഡ്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സ്പെസിഫിക് ടേമിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ബേസിസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ സെയിൽസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കമ്പനിയുടേതായ റെക്കോർഡ്സുകളുണ്ടായിരിക്കാം. അതിൻ്റെ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നു, ആ ഡോക്യുമെൻ്റ് ബേസിസിലായിരിക്കും ഇവർ എന്ത് വരുന്നത്, ഡാറ്റയെല്ലാം റിട്രീവ് ചെയ്തിട്ട് അതിനെ സെറ്റ് ഓഫ് ഡിസിഷൻസ് എടുക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. ഒന്നുകിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും ഡോക്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ദാറ്റ് ഈസ് എക്സൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ്സുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നമുക്കറിയാം ഡോക്യുമെൻ്റ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും എടുക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കാം, അതായത് ടെക്സ്റ്റ് ബേസിസിലായിരിക്കാം, അല്ലെങ്കിൽ എക്സൽ ടൈപ്പ്, അതിനൊക്കെല്ലാം കോമ്പിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡോക്യുമെൻ്റ് ബേസിസിൽ ഡാറ്റ അല്ലെങ്കിൽ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓറൽ ടൈപ്പിലായിരിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ. ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ പ്രൈമറി ഫോം ഓഫ് ഡാറ്റയാണ് അല്ലേ. ചിലപ്പോൾ ഓറലായിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം, എനി കോൺവെർസേഷൻ. ദെൻ റിട്ടേൺ മീൻസ് റിപ്പോർട്ട്സ്, മെമ്മോസ് ആൻഡ് ഇമെയിൽ ആൻഡ് അതർ കറസ്പോണ്ടൻസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോസ്, നമുക്ക് എന്തെങ്കിലും TV കൊമേഴ്ഷ്യലോ ന്യൂസ് റിപ്പോർട്ട്സ്, ഇതൊക്കെ നമുക്ക് എന്താക്കിയെടുക്കാം, റിപ്പോർട്ട്സ് ഡോക്യുമെൻറ്റ്സ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തതാണ് നോളേജ് ഡ്രൈവൺ DSS. The knowledge driven DSS, the central part is knowledge base. ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന knowledge ആണ്. The knowledge driven DSS model use special rules stored in a computer or used by the human to determine whether the decisions should be made. ഇതിൽ എന്താണ് ചെയ്യുന്നത്, സ്പെഷ്യൽ റൂൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു കമ്പ്യൂട്ടറിൽ. ആര്, ഒരു ഹ്യൂമൻ ബീങ്സ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസിഷൻസ് എടുക്കുന്നു. ഓക്കെ, നോളേജ് ബേസിസിലാണ് അവിടെ മീനിങ് വരുന്നത്. അതാണ് നോളേജ് ബേസിസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മാനേജേഴ്സ്, ഇവിടെ വരുന്ന മാനേജേഴ്സാണ്, അവരതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നു. ആ ഒരു ടൈപ്പ് DSS ആണ് നോളേജ് ഡ്രൈവൺ DSS. നെക്സ്റ്റ്, ദ വെബ് ബേസ്ഡ് DSS. Any decision support system that are operated through the interface a web browser. വെബ് ബ്രൗസറിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഡിസിഷൻസ് എടുക്കുകയാണ്. ഓക്കെ, ഈവൺ ഇഫ് ദ ഡാറ്റ യൂസ്ഡ് ഫോർ ദ ഡിസിഷൻ സപ്പോർട്ട് റിമൈൻസ് ദ കൺഫൈഡ് ദ ലെഗൻസി സിസ്റ്റം സച്ച് ആസ് ഡാറ്റ വെയർഹൗസ്. അതായത് നമുക്കൊരു വെബ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, വെബ് ബ്രൗസേഴ്സ് അല്ലേ. വെബ് ബ്രൗസേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാരണം വെബ് ബേസ്ഡ് ഇപ്പോൾ കൂടുതലല്ല എന്താണ്, വെബ് ബേസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലേ, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തതാണ് പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ദ പേഴ്സണൽ decision support system are primarily designed for the ഇൻഡിവിജ്വലിൻ്റെ ബേസിസിലാണ് ഇൻ ഓർഡർ ടു ദ ക്യാരി ഔട്ട് ഹിസ് ഡെയിലി വർക്ക്. ഒരു വ്യക്തിയുടെ ഡെയിലി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ആയിരിക്കാം. The such DSS can operate on the desktop or the mainframe of the computers or often they contain the single model of data processing. ഒന്നെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഇനി മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഈ രണ്ടിലും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ DSS കൺസിഡർ ചെയ്യാം.
Next, intelligent decision support system. Some personal DSS provide the several models from which the user has to select the appropriate models. The personal DSS that include the special selection module to help the users to select the right models. Based on the type of the problem being analyzed called the intelligent DSS. ഇവിടെ ഇൻ്റലിജൻറ്റ് മീനിങ് വരുന്നത് പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഡെസിഷൻ, അതായത് പേഴ്സണൽ DSS ഉണ്ട്, അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. അതായത് അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ടേം തന്നെയാണ് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതായത് ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മോഡൽസിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള DSSനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ടൈപ്സ് ഓഫ് DSS. ആ ഒരു ടേമിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നോളജ് ആയിക്കോട്ടെ, ഡോക്യുമെൻറ്റ്, ദെൻ വെബ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഡാറ്റ, ഇതെല്ലാം പറയുന്നത് ആ ഒരു ടേമിൻ്റെ ബേസിസിലാണ് എല്ലാ DSSും ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ DSSൻ്റെ ടൈപ്സ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ടൈം കൂടുതലായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ എഫിഷ്യൻസി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ മാനേജേഴ്സ് മാത്രം ഹൈ ലെവലിൽ ഡിസിഷൻസ് എടുക്കല്ല, അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു സ്ട്രോങ് കോമ്പറ്റേറ്റീവ്, കാരണം നമ്മൾ ഡിസിഷൻസ് കൂടുതലായിട്ട് കമ്പനി എടുക്കുക എന്താണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കും മെയിനായിട്ട് എടുക്കുന്നുണ്ടാവും ഹൈ ലെവൽ മാനേജ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. കോസ്റ്റ് കുറയ്ക്കാം, കാരണം നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്, അല്ലേ? നമുക്ക് കൂടുതലായിട്ട് കമ്പനിക്ക് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറയ്ക്കാനുള്ള ഡിസിഷൻസ് അവരെടുക്കുന്നുണ്ടാവും. ദെൻ ഹെൽപ്സ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ ഡിസിഷൻ മേക്കേഴ്സ്. ഡെഫിനറ്റ്ലി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് അവരുടെ സാറ്റിസ്ഫൈഡ് ആയ രീതിയിലായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും. ഇത് ഒരാളുടെ മാത്രം ഡിസിഷൻ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവൽ മാനേജേഴ്സിൻ്റെ ഒരു വലിയൊരു എഫേർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. സപ്പോർട്ട് ദ ലേണിംഗ്, കാരണം ലേണിങ്ങിൻ്റെ ബേസിസിലാണ്. കാരണം നമ്മളിപ്പോൾ റെക്കോർഡ് ഡാറ്റയെ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ത്രൂ ദ നോളജ് ബേസിസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവാം. എൻഹാൻസ്ഡ് ഓർഗനൈസേഷണൽ കൺട്രോൾ, നല്ലൊരു കൺട്രോൾ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഫംഗ്ഷൻ ബേസിസിൽ പറഞ്ഞിരുന്നു മോണിറ്റർ ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ്. നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാ ഫീൽഡിലും. അടുത്തതാണ് ലിമിറ്റേഷൻസ്. കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാൻ വഴിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ സപ്പോർട്ട് വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് ഏതിൻ്റെ ബേസിസിലാണ്, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഒരു കമ്പ്യൂട്ടറിനുണ്ട്, അതും DSSൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരികയാണ്. ലോ സ്പീഡ്, ഓക്കെ, അതായത് കൂടുതൽ വർക്ക് ലോഡ് ആണെന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ ഡാറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അത് നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസ്സിനെ നെഗറ്റീവ്ലി അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽ യൂസ്, എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ വ്യക്തികൾക്കും ഒരുമിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു സ്പെസിഫിക് വ്യക്തികൾക്ക് മാത്രമായിരിക്കും അത് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലിമിറ്റഡ് ടു ദ ഇൻഡിവിജ്വൽ യൂസ്. ഇതൊക്കെയാണ് DSSനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ DSS എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ് ആൻഡ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേമും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ TPS കഴിഞ്ഞു, DSS കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.